നമസ്കാരം. എല്ലാ ഞായറാഴ്ചയുള്ള മാർക്കറ്റ് ഔട്ട്ലുക്കിലേക്ക് നമുക്ക് കടക്കാം. ഈ ആഴ്ചയിലെ പ്രധാന ഗ്ലോബൽ ഈവൻറ്റുകളെല്ലാം തന്നെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഗ്ലോബൽ ഈവൻറ്റിൻ്റെ പ്രാധാന്യം എന്താണെന്ന് കഴിഞ്ഞ ആഴ്ചയിലൂടെ നമുക്ക് മനസ്സിലായി. യു.എസിൽ നിന്ന് ഇൻട്രസ്റ്റ് റേറ്റ് ഈ ഒരു ഫിനാൻഷ്യൽ ഇയറിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള 4 ഇൻട്രസ്റ്റ് റേറ്റ് കട്ടിൽ അത് 2 ആക്കി ചുരുക്കിയത് കൊണ്ടാണ് യു.എസ് മാർക്കറ്റും അതുവഴി ഇന്ത്യൻ മാർക്കറ്റിലും അതിഭീകരമായിട്ടുള്ളൊരു ഇടിവുണ്ടായത്. 1200 പോയിന്റിലേറെ കഴിഞ്ഞ തിങ്കളാഴ്ചയുടെ ഓപ്പണിങ്ങിൽ നിന്ന് കഴിഞ്ഞ വെള്ളിയാഴ്ചയിലെ ക്ലോസിംഗിലേക്ക് നിഫ്റ്റിയിൽ നഷ്ടപ്പെട്ടു. എല്ലാ ദിവസവും വിദേശ ധനകാര്യ സ്ഥാപനങ്ങൾ ഇന്ത്യൻ മാർക്കറ്റിൽ നെറ്റ് സെല്ലേഴ്സായിരുന്നു. 19 ലക്ഷം കോടി രൂപയാണ് നിക്ഷേപകരുടെ ഇന്ത്യൻ മാർക്കറ്റിൽ കഴിഞ്ഞ ഒരാഴ്ച കൊണ്ട് വൈപ്പ് ഔട്ടായി പോയത്. അപ്പോൾ അതിൻ്റെ എല്ലാം തന്നെ മൂല കാരണം എന്ന് പറയുന്നത് യു.എസിൽ നിന്നുള്ള ആ ഒരു ഇൻട്രസ്റ്റ് റേറ്റ് കട്ടും അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള തീരുമാനങ്ങളുമായിരുന്നു. അപ്പോൾ അത് എന്താണെന്നും എന്നായിരുന്നെന്നും നമ്മൾ കൃത്യമായിട്ട് കഴിഞ്ഞ ഞായറാഴ്ച തന്നെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. അതുപോലെ തന്നെ ഈ ഒരാഴ്ചയിലെയും പ്രധാന ഇവൻറ്റും എല്ലാ ഞായറാഴ്ചയും ഞായറാഴ്ച അല്ലെങ്കിൽ ശനിയാഴ്ച നമ്മുടെ മാർക്കറ്റ് ഔട്ട്ലുക്ക് വരാറുണ്ട്. ഈ ആഴ്ചയിലേക്ക് വരുമ്പോൾ പ്രധാനമായിട്ടും കഴിഞ്ഞ വെള്ളിയാഴ്ച ഒരു ഗംഭീര യു ടേൺ ആണ് യു.എസ് മാർക്കറ്റിൽ സംഭവിച്ചത്. കഴിഞ്ഞ വെള്ളിയാഴ്ച നമ്മുടെ മാർക്കറ്റ് ക്ലോസ് ചെയ്തതിന് ശേഷം അല്ലെങ്കിൽ നമ്മുടെ മാർക്കറ്റ് ട്രേഡ് ചെയ്യുന്ന അതേ സമയത്ത് യു.എസ് മാർക്കറ്റ് അതിഭീകരമായിട്ട് ഇടിഞ്ഞുകൊണ്ടിരുന്ന അതേ യു.എസ് മാർക്കറ്റ് കഴിഞ്ഞ വെള്ളിയാഴ്ച യു ടേൺ പോയി അതിശക്തമായി രീതിയിൽ റാലി രേഖപ്പെടുത്തി ക്ലോസ് ചെയ്തൊരവസ്ഥയിലാണ് യു.എസ് മാർക്കറ്റ് ഉള്ളത്. യു.എസ് മാർക്കറ്റ് റാലി രേഖപ്പെടുത്തുമ്പോൾ യു.എസ് മാർക്കറ്റിൻ്റെ അനിയനായിട്ടുള്ള ഇന്ത്യൻ മാർക്കറ്റും റാലി രേഖപ്പെടുത്താതിരിക്കില്ല. അതെ, നിഫ്റ്റിയും ഏകദേശം ഒരു 200 പോയിന്റിലേറെ റാലി രേഖപ്പെടുത്തി അവസാന സമയത്ത് സ്ലൈറ്റ്ലി പ്രോഫിറ്റ് ബുക്കിംഗ് കണ്ട് ഇപ്പോൾ നിഫ്റ്റി നിൽക്കുന്നത് ഏകദേശം ഒരു 160 പോയിന്റിൻ്റെ ഒരു ഗ്യാപ്പ് അപ്പിലാണ് ഉള്ളത്. എന്താണ് കാരണം? യു.എസിൽ അവിടുത്തെ ഗവൺമെൻറ്റിന് സ്പെൻഡ് ചെയ്യാനായിട്ട് പറ്റുന്ന ക്രെഡിറ്റ് സീലിങ്ങും അല്ലെങ്കിൽ ഡെപ്റ്റ് സീലിങ്ങും അത് ഉയർത്തി എന്നുള്ള ഒരു ന്യൂസാണ്. അതായത് യു.എസ് ഗവൺമെൻറ് ഓൾമോസ്റ്റ് അവരുടെ ഭരണപരമായിട്ടുള്ള കാര്യങ്ങൾ ഓൾമോസ്റ്റ് ഷട്ട് ഡൗൺ പ്രഖ്യാപിച്ച സമയത്തായിരുന്നു അവിടുത്തെ ആ ഒരു ഡെപ്റ്റ് സീലിംഗ് ഉയർത്തിയിട്ടുള്ളത്. അപ്പോൾ ഡെപ്റ്റ് സീലിംഗ് ഉയർത്തുക വഴി സെനറ്റ് അതിന് അംഗീകാരം കൊടുക്കുക വഴി യു.എസിലെ ഗവൺമെൻറ്റിന് അവരുടെ ഭരണകാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഫണ്ട് കിട്ടുമെന്നുള്ള ഒരു ന്യൂസ് കാരണമാണ് യു.എസ് മാർക്കറ്റ് ഗംഭീരമായ റാലി രേഖപ്പെടുത്തി. ആദ്യം നമുക്ക് ഗ്ലോബൽ മാർക്കറ്റ് പരിശോധിക്കാം. ഗ്ലോബൽ മാർക്കറ്റ് ഏറ്റവും താഴെ കാണാം നാസ്ഡാക്ക് 1%, ഡോ 1%ൻ്റെയും റാലി. അതായത് ഈ നമ്മളുടെ ഇതേ നാസ്ഡാക്ക് അല്ലെങ്കിൽ ഇതേ ഡോയാണ് ആഗോള മാർക്കറ്റുകളെല്ലാം തന്നെ താഴേക്ക് ഇട്ടത്. അതേ യു.എസ് മാർക്കറ്റ് തന്നെ ഗംഭീരമായ രീതിയിൽ റാലി രേഖപ്പെടുത്തിയത് കാണാൻ സാധിക്കും. അതിന് മുകളിലുള്ള 3 യൂറോപ്യൻ മാർക്കറ്റ് നമ്മൾ കണ്ടു, റെഡിൽ ക്ലോസ് ചെയ്തു. ഏഷ്യൻ മാർക്കറ്റിൻ്റെ കഥകളും കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ്, അതിലേക്ക് പോകുന്നില്ല. ഇനി ഇന്ത്യൻ മാർക്കറ്റിലേക്ക് തിരികെ എത്തുമ്പോൾ DIs ആഭ്യന്തര ധനകാര്യ സ്ഥാപനങ്ങൾ തിങ്കളാഴ്ച മാത്രമേ 234 കോടി രൂപയുടെ സെല്ല് നടത്തി. ബാക്കിയുള്ള എല്ലാ ദിവസവും ബയേഴ്സായിരുന്നു. ചൊവ്വ, ബുധൻ, വ്യാഴം, വെള്ളി ദിവസങ്ങളിൽ ബയേഴ്സായിരുന്നു. വിദേശ ധനകാര്യ സ്ഥാപനങ്ങളാവട്ടെ എല്ലാ ദിവസവും നെറ്റ് സെല്ലേഴ്സായിരുന്നു. വെള്ളിയാഴ്ചയെല്ലാം തന്നെ അവർ 3597 കോടി രൂപയുടെയൊക്കെ വലിയ തോതിലുള്ള സെൽ ഓഫാണ്. ഫിഗറുകളെല്ലാം തന്നെ കഴിഞ്ഞ ആഴ്ചയിൽ താരതമ്യേന കൂടുതലാണ്. ഇനി ഈ ആഴ്ചയിൽ പ്രധാനമായിട്ടും വേദാന്തയുടെ ഡിവിഡൻഡ് റെക്കോർഡ് ഡേറ്റ് 24-ാം തീയതിയാണ്. 8 രൂപ 50 പൈസ. ഭാരത് ഗ്ലോബൽ ഡെവലപ്പേഴ്സ് സ്പ്ലിറ്റാണ്. മസഗോൺ സ്പ്ലിറ്റ്, അതുപോലെ തന്നെ കാമധേനു ലിമിറ്റഡ് സ്പ്ലിറ്റ്, മൻബ ഫിനാൻസ് ഡിവിഡൻഡ്. അപ്പോൾ ഡിവിഡൻഡും സ്പ്ലിറ്റും എല്ലാം തന്നെ നമ്മുടെ കോർപ്പറേറ്റ് ആക്ഷനിലുണ്ട്. അത് നമ്മുടെ വെബ്സൈറ്റായിട്ടുള്ള ട്രേഡബിലിറ്റി ടാബിലുണ്ട്. ട്രേഡബിലിറ്റി ടാബിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്, നിങ്ങൾക്ക് ചെക്ക് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഡിവിഡൻഡ്, IPO തുടങ്ങിയ കാര്യങ്ങൾ നമുക്ക് നമ്മുടെ വെബ്സൈറ്റിൽ ഫ്രീ ആയിട്ട് തന്നെ നിങ്ങൾക്ക് ആക്സസ് ചെയ്യാം. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. ഇനി നിഫ്റ്റിയിലേക്ക് ജസ്റ്റ് പോകുകയാണെങ്കിൽ കാണാം തിങ്കളാഴ്ചയിലെ ഓപ്പണിംഗ് 24,800 റേഞ്ച്. അതിൽ നിന്ന് ഏകദേശം വീക്കിലി അടിസ്ഥാനത്തിൽ 1234 പോയിൻ്റ് ഇടിഞ്ഞു. വെള്ളിയാഴ്ച വലിയൊരു ഗ്യാപ്പ് ഡൗൺ കാണാം. അപ്പോൾ തിങ്കളാഴ്ചയിലെ ഓപ്പണിംഗിൽ നിന്ന് മാർക്കറ്റ് ഘട്ടം ഘട്ടമായിട്ട് ഇടിഞ്ഞ് അവസാനം ക്ലോസ് ചെയ്തിരിക്കുന്നത് 23,631 എന്ന നിലയിലാണുള്ളത്. ഇനി ഗ്ലോബൽ മാർക്കറ്റിൽ ഡിസംബർ 23-ാം തീയതി യു.എസിൽ നിന്ന് കൺസ്യൂമർ കോൺഫിഡൻസ് ഡേറ്റ വരുന്നുണ്ട്. അത് വളരെ റെലവൻ്റുള്ള ഡേറ്റയാണ്. UK-യുടെ GDP ഡേറ്റ വരുന്നുണ്ട്. ഡിസംബർ 24 മുതൽ 25 വരെ യു.എസ് മാർക്കറ്റും യൂറോപ്പിനും ജർമ്മനിയും UK എല്ലാം തന്നെ അവധിയാണ്. ഇന്ത്യൻ മാർക്കറ്റ് മാത്രം ഡിസംബർ 25-ാം തീയതി അവധി. യൂറോസോൺ, ജർമ്മനി 3 ദിവസം അവധിയാണ്. ഡിസംബർ 26-ാം തീയതി കാണാം യു.എസിൽ നിന്ന് ഇനീഷ്യൽ ജോബ്ലെസ് ക്ലെയിം ഡേറ്റ, ക്രൂഡ് ഓയിൽ ഇൻവെൻട്രീസ് വളരെ റെലവൻ്റ് ആയിട്ടുള്ള ഡേറ്റ തന്നെയാണ്. അപ്പോൾ പൊതുവേ നമുക്ക് കാണാൻ സാധിക്കുന്നത് എന്താണ്? യു.എസ് മാർക്കറ്റ് അല്ലെങ്കിൽ യൂറോപ്യൻ മാർക്കറ്റ് എല്ലാം തന്നെ ക്രിസ്മസ് അവധിക്ക് പോകുന്ന ഒരു ആഴ്ചയാണ്. അതുകൊണ്ട് തന്നെ ഈ ഗ്ലോബൽ മാർക്കറ്റ് ഇടിയുക വഴി ഇന്ത്യൻ മാർക്കറ്റ് ഇടിയില്ല. ഇന്ത്യൻ മാർക്കറ്റിലുണ്ടാകുന്ന
പ്രശ്നങ്ങളാണ് ഇന്ത്യൻ മാർക്കറ്റിൽ ഇടിയാനായിട്ടുള്ള സാധ്യതകൾ. അതിൻ്റെ ലോക്കൽ ക്യൂസുകൾ നമുക്ക് ഓരോ ദിവസവും ഓരോ ലോക്കൽ ക്യൂസുകൾ ഉണ്ടല്ലോ. ഇനി നമുക്ക് കുറച്ച് സ്റ്റോക്കുകളുടെ വാർത്തകളിലേക്ക് നമുക്ക് പോകാം. ഈ ആഴ്ച ഇന്ന് നമുക്ക് കൊച്ചിയിൽ വെച്ച് നമ്മളുടെ ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻ്റെ ഓഫ്ലൈൻ ക്ലാസ് നടന്നു. അപ്പോൾ ഇന്ന് ഞാനിപ്പോൾ ഓഫ്ലൈൻ ക്ലാസ്സിന് വേണ്ടി പോവുകയാണ്. അപ്പോൾ ഓഫ്ലൈൻ ക്ലാസ്സിൻ്റെ കുറച്ച് പിക്ചർ കാണാം. ഇനി അടുത്ത ദിവസങ്ങളിലായിട്ട് ഓഫ്ലൈൻ ക്ലാസ് ബേസിക്കും സ്വിങ്ങൊക്കെ നമ്മൾ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇന്ന് നടന്ന ക്ലാസ് ഇതാണ്. അപ്പോൾ അടുത്ത ആഴ്ചയിൽ അല്ലെങ്കിൽ അടുത്ത ദിവസങ്ങളിലുള്ള ക്ലാസ്സുകൾ നിങ്ങൾക്ക് ബുക്ക് ചെയ്യാം. അതല്ലെങ്കിൽ ഓൺലൈനായിട്ട് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. ഏറ്റവും കുറഞ്ഞ ഫീസിൽ നിങ്ങൾക്ക് സ്റ്റോക്ക് മാർക്കറ്റ് പഠിക്കാം. ഇനി സ്റ്റോക്കുകളുടെ വാർത്തകളിലേക്ക് പോകുമ്പോൾ PVR ആയിട്ട് ബന്ധപ്പെട്ട ന്യൂസാണ്. PVR ആയിട്ട് ബന്ധപ്പെട്ട ന്യൂസല്ല, ന്യൂസ് ഇതാണ്. പോപ്കോണിനെല്ലാം തന്നെ 5% ടാക്സ്, കാരമൽ പോപ്കോൺ 18% GST എല്ലാം തന്നെ ചുമത്തും. ഇത് ബാധിക്കുന്നത് ഇതുപോലെയുള്ള മൾട്ടിപ്ലക്സ് കമ്പനികൾക്കാണ്. അതുപോലെ തന്നെ ഇൻഷുറൻസ് കമ്പനികൾക്ക് ഈ ഇൻഷുറൻസിൻ്റെ എല്ലാം തന്നെ ഈ ഒരു GST ഒഴിവാക്കുന്ന ഒരു തീരുമാനം മാറ്റിവെച്ചു എന്നുള്ളത് ഇൻഷുറൻസ് കമ്പനീസ് ഫോക്കസിൽ വരും. അതായത് പ്രീമിയത്തിലെ GST ഒഴിവാക്കുകയാണെങ്കിൽ ബെറ്റർ ആയിരുന്നു, പക്ഷേ ആ ഒരു തീരുമാനം മാറ്റിവെച്ചു. പേടിഎം അതുപോലെ തന്നെ 2000 പേടിഎമ്മായിട്ട് ബന്ധപ്പെട്ട ന്യൂസല്ല, പേയ്മെൻറ്റ് അഗ്രിഗേറ്റേഴ്സ് 2000 രൂപയിൽ താഴെയുള്ളതിന് GST വേണ്ട എന്നുള്ളത് സ്വാഭാവികമായിട്ടും ഈ ഒരു പേയ്മെൻറ്റ് അഗ്രിഗേറ്റർ കമ്പനീസിന് ഗുണകരമാണ്. സ്വിഗ്ഗി, സൊമാറ്റോ അതുപോലെ തന്നെ ഇൻഷുറൻസിൻ്റെ ഒരു ന്യൂസ് പോലെ തന്നെയാണ് ഈ ഒരു ഫുഡ് ഡെലിവറിക്കെല്ലാം തന്നെ GST ഒഴിവാക്കുന്ന ഒരു തീരുമാനം വൈകിപ്പിച്ചു അല്ലെങ്കിൽ മാറ്റിവെച്ചു. അതായത് നോൺ ആക്ഷൻ, പക്ഷേ എക്സ്പെക്റ്റ് ചെയ്ത കാര്യമാണ്. വാരിയസ് എഞ്ചിനീയറിംഗ് കമ്പനി അവർക്കൊരു പുതിയൊരു ഓർഡർ കിട്ടിയിട്ടുണ്ട്. ഓറബിൻ്റെ ഫാർമ കമ്പനി ഇവരുടെ ഒരു സബ്സിഡറി കമ്പനീസിന് US ഡ്രഗ് കൺട്രോൾ അതോറിറ്റിയുടെ അംഗീകാരം ലഭിച്ചു. പോളി മെഡിക്യൂർ കമ്പനി ഇവരുടെ റവന്യൂ ഫോർകാസ്റ്റ് 20% അടുത്ത 3 വർഷത്തേക്ക് അവർ ഫോർകാസ്റ്റ് ചെയ്തു. ലയൻസ് ഇൻഡസ്ട്രീസ് കമ്പനി ഇവർ അലിയൻസ് ഗ്രൂപ്പിലെ $10 മില്യൺ 45% സ്റ്റേക്ക് അക്യൂർ ചെയ്തു. ഷെരിമ്യ CHC ടെക് കമ്പനി മുംബൈ ബേസ്ഡ് ആയിട്ടുള്ള എഞ്ചിനീയറിംഗ് കമ്പനിയാണ്. അപ്പോൾ അവർക്ക് ഒരു EMS ഓർഡർ ലഭിച്ചിട്ടുണ്ട്, 5500 കോടി രൂപയുടെ ഓർഡർ. NCCC കമ്പനി ഇവരുടെ ഓർഡർ ഇൻഫ്ലോ 20,000 കോടി രൂപ കവിയുമെന്ന്, അതായത് ഈ ഒരു ഫിനാൻഷ്യൽ ഇയറിൽ കവിയുമെന്ന് കമ്പനി പറഞ്ഞു. ടൈറ്റാൻ കല്യാണങ്ങൾ വരാണ്. ടൈറ്റാൻ ഇന്ത്യയിലെ ലീഡിംഗ് ആയിട്ടുള്ള വാച്ച്, തനിഷ്ക്, ഗോൾഡ്, ഓർണമെൻ്റൽ ചെയ്യുന്ന ലിസ്റ്റഡ് ചെയ്തിട്ടുള്ള ഒരു കമ്പനിയാണ്. സ്കൈ ഗോൾഡ് പോലെയുള്ള മറ്റു കമ്പനീസ് ഉണ്ട്. അപ്പോൾ ടൈറ്റാൻ കുറേ ദിവസങ്ങളായിട്ടൊരു നല്ലൊരു ഇടിവിലായിരുന്നു. അപ്പോൾ വിവാഹങ്ങൾ കൂടുതലായിട്ട് വർദ്ധിക്കുന്നുണ്ട്. വിവാഹം എന്ന് പറയുമ്പോൾ ഇന്ത്യ ആണ് ലോകത്തിലെ ഏറ്റവും കൂടുതൽ വിവാഹ ബിസിനസ് ചെയ്യുന്ന ഒരു കമ്പോളം. ഏകദേശം 30 ലക്ഷം കോടി രൂപയൊക്കെയാണ് ഒരു സീസണിൽ ഇന്ത്യയിൽ വിവാഹത്തിന് വേണ്ടിയിട്ട് ആളുകൾ സ്പെൻഡ് ചെയ്യുന്നത്. NTPC കമ്പനി ബീഹാർ സ്റ്റേറ്റ് ഗവൺമെൻറ്റായിട്ട് ഒരു പുതിയ റിന്യൂവബിൾ എനർജി പ്രൊജക്റ്റ് സൈൻ ചെയ്തു. FNOയിലേക്ക് വരുമ്പോൾ 16 സെക്യൂരിറ്റീസാണ് FNOയിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടിട്ടുള്ളത്. ഗുജറാത്ത് നർമ്മദ വാലി, കൂടാതെ തന്നെ IPCA ലാബ്, ഡോക്ടർ ലൽപത് ലാബ്, മെട്രോപോളിസ്, നവീൻ, PVR ഇനോക്സ്, സൺ TV, യുണൈറ്റഡ് ബിവറേജസ് തുടങ്ങിയ 16 സെക്യൂരിറ്റീസ് ഈ ഒരു FNOയിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടിട്ടുണ്ട്. NHPC കമ്പനി ഇവർ പുതിയ ഒരു സോളാർ എനർജി ഗ്രീൻ ഹൈഡ്രജൻ പ്രൊജക്റ്റ് 5500 കോടി രൂപയുടെ പ്രൊജക്റ്റ് അവർ സൈൻ ചെയ്തു. മണപ്പുറത്തിന് RBI 20 ലക്ഷം രൂപ പെനാലിറ്റി ചുമത്തിയിട്ടുണ്ട്. കാർ ട്രേഡ് കമ്പനി യൂസർ കാറിനെല്ലാം തന്നെ 18% GST ചുമത്തുമെന്നുള്ള ന്യൂസ് കാർ ട്രേഡിന് ക്ഷീണം ആയേക്കാം. L&T കമ്പനി ഇന്ത്യൻ ആർമിക്ക് വേണ്ടിയിട്ട് 7629 കോടി രൂപയുടെ ഒരു ഓർഡർ ഇവർക്ക് ലഭിച്ചതായിട്ടുള്ള ഒരു ന്യൂസാണ്. അപ്പോൾ എല്ലാവർക്കും നല്ല ശുഭദിനം നേരുന്നു. നാളെ നമുക്ക് നിഫ്റ്റിയിൽ പ്രശ്നങ്ങളില്ല എങ്കിൽ നല്ലൊരു ദിവസം ഓപ്പണിങ്ങിൽ എക്സ്പെക്റ്റ് ചെയ്യാം. നിഫ്റ്റി നമുക്കറിയാം, ഈ നിഫ്റ്റിയുടെ വാല്യൂസ് എല്ലാം തന്നെ നമ്മൾ പറയാൻ പേടിക്കുന്നതിൻ്റെ കാര്യം, നിഫ്റ്റി നമ്മൾ ഇപ്പോൾ നമ്മൾ ന്യൂസിൽ പറഞ്ഞല്ലോ, നാളെ രാവിലെ നമ്മുടെ മാർക്കറ്റ് ഓപ്പൺ ആവുന്നതിന് മുമ്പേ തന്നെ ഏകദേശം ഒരു 6:30 മണിക്ക് ഓപ്പൺ ആവുന്ന സാധനമാണ് നിഫ്റ്റി. ഇപ്പോൾ പറയുന്ന കാര്യം, നാളെ ഇനി ഏതെങ്കിലും ഒരു ഗ്ലോബൽ മാർക്കറ്റിലോ ഏഷ്യൻ മാർക്കറ്റിലോ എന്തെങ്കിലും ഒരു പ്രശ്നം വന്ന് ഇതേ നിഫ്റ്റി പോയിന്റുകളെല്ലാം തന്നെ താഴെ പോയാൽ നിഫ്റ്റിയിൽ റാലി അല്ലെങ്കിൽ നിഫ്റ്റി ഗ്യാപ്പ് അപ്പാണ് എന്ന് പറഞ്ഞല്ലോ, മാർക്കറ്റ് ഓപ്പൺ ചെയ്തപ്പോൾ ഗ്യാപ്പ് ഡൗൺ ആയല്ലോ എന്ന് ആളുകൾ പറയാറുണ്ട്. അപ്പോൾ അത് മനസ്സിലാക്കേണ്ടത്, നിഫ്റ്റി എന്ന് പറയുന്ന ഒരു ഇൻഡെക്സ് നമ്മുടെ മാർക്കറ്റ് 9:15 ഓപ്പൺ ആകുന്നുണ്ട്. അതിന് മുമ്പേ തന്നെ ഇത് ഓപ്പൺ ആവുന്ന ഒരു കാര്യമാണ് നിഫ്റ്റി. ഏകദേശം ഒരു 6:30 ഓപ്പൺ ആവും. അപ്പോൾ
അതുപോലെ തന്നെ യു എസിലെ ഡോ ഫ്യൂച്ചർ. അപ്പോൾ എനിവേ വിശദമായിട്ട് നാളെ വൈകിട്ട് നാളെ രാവിലെ പ്രീ മാർക്കറ്റ് ഉണ്ട്, പോസ്റ്റ് മാർക്കറ്റിലൊക്കെ ആയിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാം. താങ്ക് യു.